തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണ് വോട്ട് അസാധുവായത്. വിവരങ്ങളുമായിട്ട് ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് ചേർന്നു. ഹാൻസ്, സേതു, ഇന്ന് ആകെ മൊത്തം 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം 6ാമത്തെ തെരഞ്ഞെടുപ്പായിട്ടാണ് നഗരാസൂത്രണത്തിൻ്റെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിനിടയിലാണ് ആർ ശ്രീലേഖയുടെ, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായത്. ഈ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ബാലറ്റ് പേപ്പറിൻ്റെ പുറകുവശത്ത് ഈ കൗൺസിലറുടെ അഥവാ ആർ ശ്രീലേഖയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒപ്പിടണം. അത് ചെയ്യാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായത്. ശേഷം നടന്ന 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി ആർ ശ്രീലേഖ വോട്ട് ചെയ്തു. ഒപ്പം തന്നെ LDFിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള RP ശിവജിയുടെയും വോട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അസാധുവായി. അതേസമയം ഇന്നത്തെ തെരഞ്ഞെടുപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ഇതുവരെയും ക്വാറം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന വെള്ളിയാഴ്ചയും നടക്കും. സേതു. ഓക്കെ ഹാൻസ്, ശരി. ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.